അങ്ങനെ അവസാനം സ്ട്രൈറ്റ് ഓഫ് ഹോർമോസ് തുറന്നിരിക്കുകയാണ്. അമേരിക്കയല്ല തുറന്നത് കേട്ടോ, അടച്ചത് അമേരിക്കയാണെങ്കിലും തുറന്നത് ഇറാനാണ്. അത് അമേരിക്കൻ പ്രസിഡന്റ് തന്നെ വന്നിട്ട് സ്ട്രൈറ്റ് ഓഫ് ഇറാൻ ഹാസ് റിലീസ്ഡ് തുറന്നത് അമേരിക്കൻ പ്രസിഡന്റ് പറയാൻ വേണ്ട ഒരു അവസ്ഥനെ പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഏതാണെങ്കിലും ഇറാൻ ജയിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറെക്കുറെ ഇറാൻ കംപ്ലീറ്റ്ലി ജയിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കുറേ പേരുടെ ജീവൻ പോയിട്ടുണ്ടെങ്കിലും രണ്ട് ഭാഗത്തും പോയിട്ടുണ്ടെങ്കിലും അവസാനം ഇറാൻ പറഞ്ഞ അതേ പോയിന്റിൽ അതേ സ്ഥലത്ത് അമേരിക്കയും ഇസ്രായേലും അണുവിട അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാണ്ട് എത്തിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഒരു ഇറാൻ വാർ അല്ലെങ്കിൽ ഇറാൻ അമേരിക്ക ഇസ്രായേൽ വാറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അബ്ബാസ് അറാഖ്ചി കുറച്ച് മുമ്പാണ് ഇങ്ങനെ ഒരു അനൗൺസ്മെൻറ്റ് റിലീസ് ചെയ്യുന്നത്. ഹോർമോസ് കടലിടുക്ക് തുറന്നിരിക്കുകയാണ്. ലെബനിലെ വെടിനിർത്തലിനനുബന്ധിച്ചിട്ട് ഹോർമോസ് കടലിടുക്കിലൂടെ എല്ലാ വാണിജ്യ കപ്പലുകൾക്കും സഞ്ചാരം പൂർണ്ണമായും അനുവദിക്കുന്നു എന്ന് ഇറാൻ പ്രഖ്യാപിച്ചു. വെടിനിർത്തൽ നിലനിൽക്കുന്ന കാലയളവിൽ ഉടനീളം ഈ ഒരു പ്രഖ്യാപനം ബാധകമായിരിക്കും. ഒരു നയതന്ത്രപരമായിട്ടുള്ള നീക്കം. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായിട്ട് ഹോർമോസ് കടലിടുക്ക് അടഞ്ഞു കിടക്കുകയാണെന്നും ഗതാഗതം വളരെ കുറവായിരുന്നു എന്നും നമുക്കറിയാം. അതിൻ്റെ ഇടയിലാണ് അമേരിക്ക യുദ്ധത്തിൽ തോറ്റ അമേരിക്ക അല്ലെങ്കിൽ പട്ടാളങ്ങളും അതുപോലെ തന്നെ കപ്പലുകളും വിമാനങ്ങളും തകർന്ന അമേരിക്കയും ഇസ്രായേലും ഇങ്ങോട്ട് വന്ന് ഇറാൻ്റെ കാല് പിടിച്ചിട്ട് ചർച്ചയ്ക്ക് വന്നു. അവസാനം ചർച്ച പരാജയപ്പെട്ട് പോയിട്ടുണ്ടെങ്കിലും അമേരിക്ക മുന്നോട്ട് വെച്ചിട്ടുള്ള റെജീം ചേഞ്ചോ അല്ലെങ്കിൽ തങ്ങളുടെ ആണവായുധങ്ങളുടെ അല്ലെങ്കിൽ യുറേനിയത്തിൻ്റെ സമ്പുഷ്ടീകരണം നിർത്താനോ മിസൈലുകൾ ഉണ്ടാക്കുന്നത് നിർത്താനോ അതല്ലെങ്കിൽ തങ്ങളുടെ പ്രോക്സികളായിട്ടുള്ള ലെബനോനിലോട്ടും മറ്റ് സ്ഥലങ്ങളിലോട്ടുള്ള ആക്രമണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എല്ലാം ഒന്നും ചെയ്യാൻ പറ്റാണ്ട് പറഞ്ഞ ഒരു കാര്യങ്ങൾ അമേരിക്കയും ഇസ്രായേലും മുന്നോട്ട് വെച്ചിട്ടില്ല. ഒരു കാര്യങ്ങളും നിർത്താണ്ട് തന്നെ അവസാനം യുദ്ധത്തിന് ഈ ഒരു അവസ്ഥയിലോട്ട് എത്തിച്ചിരിക്കുകയാണ്. നമുക്ക് ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നതും ആ കാര്യം തന്നെയാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയാനുള്ള ചില കാര്യങ്ങൾ. കുറച്ച് മുമ്പാണ് അബ്ബാസ് അറാഖ്ചിയുടെ ഈ ഒരു പ്രഖ്യാപനം വന്നിട്ടുള്ളത്. ആ പ്രഖ്യാപനത്തിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ നമ്മുടെ ചെന്നിക്കിളവൻ തിരിച്ചും മറിച്ചും പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പാവത്തിന് വട്ടായി കാണും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആദ്യം വന്ന ഒരു പോസ്റ്റിങ്ങിനായിരുന്നു ഇറാൻ ഹാസ് അനൗൺസ്ഡ് ദാറ്റ് ദ സ്ട്രൈറ്റ് ഓഫ് ഇറാൻ ഈസ് ഫുള്ളി ഓപ്പൺ ആൻഡ് റെഡി ഫോർ ഫുൾ പാസേജ്. താങ്ക് യു. അതായത് അമേരിക്കൻ പ്രസിഡന്റിന് വരെ സമ്മതിച്ച് കൊടുക്കേണ്ട ഒരു അവസ്ഥ സ്ട്രൈറ്റ് ഓഫ് ഇറാനാണ്. ഇറാൻ പറഞ്ഞത് അവിടെ നടക്കൂ. ഇറാൻ നിൽക്കണം എന്ന് പറഞ്ഞാൽ നിൽക്കണം. ഇറാൻ നടക്കണം എന്ന് പറഞ്ഞാൽ നടക്കണം. ഇറാൻ ഓടണം എന്ന് പറഞ്ഞാൽ ഓടിക്കോളണം. അതാണ് സ്ട്രൈറ്റ് ഓഫ് ഹോർമോസിൽ യുദ്ധം തുടങ്ങിയ അന്ന് മുതൽ നമ്മൾ കാണുന്നത്. ഇറാൻ പ്രഖ്യാപിച്ചിട്ടുള്ള 5 മുതൽ 10 വരെ രാജ്യങ്ങൾ മാത്രമാണ് അതിലൂടെ എണ്ണക്കടത്തും അല്ലെങ്കിൽ വ്യാപാര കടത്തും കടത്തിയത്. അതിൽ ഇന്ത്യ അടക്കമുള്ള കുറച്ച് രാജ്യങ്ങളെ ഇറാൻ സമ്മതിച്ച രാജ്യങ്ങൾ മാത്രം. അതല്ലാണ്ട് ഒരു രാജ്യങ്ങളും അതിലൂടെ പോയിട്ടുള്ള രാജ്യങ്ങളൊക്കെ തിരിച്ചു പോയിട്ടേ ഉള്ളൂ. പിന്നെ അമേരിക്കൻ കപ്പലുകളെ അവിടെ വന്ന് മുട്ടുകുത്തി നിൽക്കുന്ന അവസ്ഥ നമ്മൾ കണ്ടു. അവസാനം ഗതി കെട്ടിട്ടാണ് ട്രംപ് ഞങ്ങൾ തന്നെ ഉപരോധം പ്രഖ്യാപിക്കുകയാണ്, ഇറാൻ തൊട്ട് ഏതെങ്കിലും കപ്പൽ അതിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ വെടിവെച്ചിടും എന്ന് പറഞ്ഞ് ട്രംപിൻ്റെ മൂക്കിൻ്റെ മുമ്പിലൂടെ ആയിരുന്നു ചൈനീസ് കപ്പലുകളും അല്ലെങ്കിൽ ഇറാൻ്റെ തന്നെ 15ഓളം കപ്പലും ഇന്നലെ ഇന്നുമായിട്ട് പോയിട്ടുള്ളത്. അതിൽ ചില കപ്പലുകൾ അമേരിക്കൻ പട്ടാളം തകർത്തെങ്കിലും ഇറാൻ്റെ മറ്റ് സബ്മറൈൻസും മറ്റ് ബോട്ടുകൾ അവിടെ ചുറ്റിത്തിരിഞ്ഞത് കണ്ട് അതുപോലും വിട്ടുകൊടുക്കേണ്ടി വന്നൊരവസ്ഥ. അതിൻ്റെ അവസാനം ഇറാൻ തന്നെ പറഞ്ഞു, ഇറാൻ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ, ഒരു ചർച്ചയ്ക്ക് മുന്നോട്ട് വെച്ച കാര്യങ്ങളിൽ ഫസ്റ്റ് കാര്യങ്ങൾ ഇതായിരുന്നു, ഞങ്ങളുടെ സ്വത്തുക്കൾ വിട്ടുതരാം. അതുപോലെ തന്നെ ലെബനീസിൽ നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ചെറ്റത്തരങ്ങൾ നിർത്തുക, അതായത് ഇസ്രായേൽ അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്ന കൊള്ളരുതായ്മ വെടി നിർത്തുക എന്നുള്ളതായിരുന്നു. ഇന്ന് ഇന്ന് ഉച്ച സമയമായതോടുകൂടി അതും കൺഫേമായി. ഇനി ലെബനിലോട്ട് ഇസ്രായേൽ വെടിവെക്കില്ല എന്നാണ് അമേരിക്കയുടെ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെയും തീരുമാനം. അതോടുകൂടി ഇറാൻ ഓക്കെ എങ്കിൽ നിങ്ങൾ ഇനി കപ്പലൊക്കെ കൊണ്ടുപോക്കോ. ബാക്കി ഇനി ഒരു 10 ദിവസത്തിൻ്റെ ഇടയിൽ നമ്മൾ തമ്മിലുള്ള മറ്റൊരു ചർച്ചയും കൂടെ വരുന്നുണ്ട്. ആ ചർച്ച കഴിയുന്നവരെ ഇതിലൂടെ കപ്പലുകൾക്ക് പോകാം. പക്ഷേ സൈനിക കപ്പലുകൾക്കോ അതല്ലെങ്കിൽ നിങ്ങളുടെ തീ പിടിച്ച് കത്തിപ്പോയിട്ടുള്ള USS എബ്രഹാം ലിങ്കനോ അതല്ലെങ്കിൽ USS ജെറാർഡ് ഫോർഡിനോ അല്ലെങ്കിൽ USS ട്രിപ്പോളിയോ അതിലൂടെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ മൈൻ വെച്ച് പൊട്ടിക്കും എന്നാണ് ഇറാൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതെല്ലാം സമ്മതിച്ചു അമേരിക്കൻ പ്രസിഡന്റ് തനിക്ക് വേണം ഞാനൊന്ന് പോസ്റ്റ് ഇട്ടോട്ടെ എന്ന് പറഞ്ഞ അവസ്ഥയിൽ ട്രംപ് തിരിച്ചും മറിച്ചും പല പോസ്റ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലൊരു മാറ്റങ്ങളുമില്ല. പക്ഷേ സംഭവം റിലീസ് ചെയ്തിട്ടുള്ളത് ഇറാൻ്റെ അബ്ബാസ് അറാഖ്ചി തന്നെ ആയിട്ടുണ്ട്. ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇതിൽ വന്നിട്ടുള്ള ഒരു യുദ്ധത്തിൻ്റെ അപ്ഡേറ്റ് എനിക്ക് പറയാനുള്ളത്. മറ്റൊരു കാര്യം കൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. അനൗൺസിങ് ദ ഫുൾ റീഓപ്പണിംഗ് ട്രാഫിക് ഓഫ് ഓൾ കൊമേഴ്ഷ്യൽ ഷിപ്സ് ത്രൂ ദ സ്ട്രൈറ്റ് ഓഫ് ഹോർമസ് ഡ്യൂറിങ് ദ റിമൈനിങ് പീരീഡ് ഓഫ് ദ സീസ് ഫയർ. അത് ഓൺലി കൊമേഴ്ഷ്യൽ വാണിജ്യ സാമ്പത്തിക ആവശ്യങ്ങൾക്കുള്ള ഷിപ്പുകൾക്ക് മാത്രമായിരിക്കും. അതൊരിക്കലും ഒരു പടക്കപ്പലുകൾക്കോ അല്ലെങ്കിൽ വാർഷിപ്പുകൾക്കോ അല്ല എന്നാണ് ഇറാൻ്റെ സൈഡിൽ നിന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു അനൗൺസ്മെൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അതിനുശേഷം വീണ്ടും ദ സ്ട്രൈറ്റ് ഓഫ് ഹോർമോസ് is completely open and ready for business and fully passage, but the naval blockage will remain in full force and effect as it is pertinent to Iran only until എന്ന് പറഞ്ഞിട്ട് പുള്ളി അടുത്ത ഒരു പോസ്റ്റും കൂടെ ഇട്ടിട്ടുണ്ട്. അതായത് ഇറാൻ്റെ മേലുള്ള ഉപരോധങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. അത് ഞങ്ങൾ ചർച്ചയിലൂടെ ഞങ്ങൾ പരിഹരിക്കും. ഒരു ചർച്ച കഴിയുമ്പോൾ നമുക്ക് പറയാൻ പറ്റുമോ അത് എത്രത്തോളം ഓപ്പൺ ആയിരിക്കും എന്നുള്ളത് പറയാൻ പറ്റും എന്നാണ് ട്രംപിൻ്റെ മറ്റൊരു അനൗൺസ്മെൻറ്റ് വന്നിട്ടുള്ളത്. അന്താരാഷ്ട്ര കപ്പലുകൾക്ക് അതിലൂടെ തുറന്നോട്ട് പോകാം. ഈ ഒരു ന്യൂസ് വന്നപ്പോഴേക്കും നമ്മുടെ എണ്ണ
ക്രൂഡ് ഓയിൽ പ്രൈസിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പല സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലൊക്കെ പല രീതിയിലുള്ള മാറ്റങ്ങൾ വന്നതായിട്ട് നമ്മൾ കണ്ടു. അതുമാത്രമല്ല നമ്മുടെ ട്രംപ് മറ്റ് ചില കാര്യങ്ങളും കൂടി ഇതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട്. ഈ ഒരു കാര്യത്തിന് ഈ സ്ട്രൈറ്റ് ഓഫ് ഹോർമസിൽ ഇറാൻ വിക്ഷേപിച്ചിട്ടുള്ള മൈനുകളെല്ലാം എടുത്ത് നീക്കിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നീക്കിക്കഴിഞ്ഞു. അത് അമേരിക്കയുടെ സഹായത്തോടു കൂടി തന്നെ ഇറാൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് മറ്റൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ സത്യാവസ്ഥ ഇറാൻ കൺഫേം ചെയ്യണം. മൈനുകൾ ഇറാൻ നീക്കം ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അമേരിക്ക നീക്കം ചെയ്തിട്ടുണ്ടോ എന്ന് ഇറാൻ കൺഫേം ചെയ്യണം. അതുമാത്രമല്ല സൗദി അറേബ്യക്കും ഖത്തറിനും ഒക്കെ താങ്ക്സ് പറഞ്ഞ് മറ്റൊരു പോസ്റ്റ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്ത് അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെടുത്ത എഫേർട്ടിനെ പറ്റി താങ്ക്സ് പറഞ്ഞുകൊണ്ടും പോസ്റ്റ് നമ്മുടെ ട്രംപ് അണ്ണൻ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് യുദ്ധത്തിൻ്റെ വാർത്തകളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം അമേരിക്ക എല്ലാം കൊണ്ടും പേടിച്ചു. ഇനി നിൽക്കാൻ പറ്റില്ല. മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഭക്ഷണം പോലും ഇല്ലാത്ത US-ൻ്റെ ട്രിപ്പോളി പോലത്തെ വലിയ വലിയ കപ്പലുകൾ ഭക്ഷണം പോലും എത്തിച്ചു കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ അവിടെ ഉണ്ട് എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുള്ള അന്താരാഷ്ട്ര ന്യൂസുകളും കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞ ന്യൂസിൽ ഇട്ടിരുന്നു. അതുമാത്രമല്ല ഇതേ അവസരത്തിൽ നാറ്റോ എന്നെ വിളിച്ചിരുന്നതും, അതായത് നാറ്റോ സഖ്യം ട്രംപിനെ വിളിച്ചിരുന്നു എന്നും അവസാന സാഹചര്യത്തിൽ സഹായം വല്ലതും ആവശ്യമുണ്ടോ എന്ന് നാറ്റോ ചോദിച്ചു. നാറ്റോയിൽ നിന്നും എനിക്കൊരു കോൾ വന്നു എന്ന് ട്രംപ് പറയുന്നു. അത് മാത്രമല്ല എണ്ണ കയറ്റി കൊണ്ടുപോകാൻ കപ്പലുകൾ അയക്കാനാണെങ്കിൽ മാറി നിൽക്കാൻ ഞാൻ അവരോട് പറഞ്ഞു. ആവശ്യമുള്ള സമയത്ത് ഒന്നിനും കൊള്ളാത്ത നിങ്ങൾ വെറും ഒരു പേപ്പർ, അതായത് കടലാസ് പുലികളാണെന്നും കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് നാറ്റോയോടുള്ള അല്ലെങ്കിൽ നാറ്റോ പുള്ളിയുടെ ഒരു തരത്തിലുള്ള ചെന്നിത്തരത്തിനും കൂട്ടു നിൽക്കാത്തതിനുള്ള അതൃപ്തിയും കൂടെ പുള്ളി ഈ സമയത്ത് അറിയിച്ചിട്ടുണ്ട്. ഏതാണെങ്കിലും ലോകരാജ്യങ്ങൾക്ക് ബോധമുണ്ട്, അങ്ങേർക്ക് ബോധമില്ല, അല്ലെങ്കിൽ അങ്ങേരെ മൂപ്പിക്കുന്ന ഇസ്രായേലിന് ബോധമില്ലെങ്കിലും ലോകരാജ്യങ്ങൾക്ക് ബോധം വെച്ചു എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു ദൃഷ്ടാന്തമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട്. ഇനി ചർച്ച ഇസ്ലാമാബാദിൽ അടുത്ത ഘട്ട ചർച്ച നടക്കുമെന്ന് പറയുന്നുണ്ട്. ആ ചർച്ചയിൽ നമുക്ക് അറിയാൻ പറ്റും ബാക്കി കാര്യങ്ങൾ. ഇറാൻ്റെ സ്വത്ത് വിട്ടുകൊടുക്കുന്നതിൻ്റെ ഡീറ്റെയിൽസും അല്ലെങ്കിൽ മറ്റ് ഇറാൻ്റെ മേലുള്ള ഉപരോധങ്ങൾ ഏത് രീതിയിലായിരിക്കും നിൽക്കാൻ പോകുന്നത്, സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നത് ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. ഇറാൻ ഏതായാലും ഒരു രീതിയിലും മുട്ടുമടക്കിയിട്ടില്ല. റെജീം ചേഞ്ച് നടന്നിട്ടില്ല. കുറേ പേരെ കൊന്നു എന്നുള്ളത് മറ്റൊരു സത്യം. റെജീം ചേഞ്ച് നടന്നിട്ടില്ല. മിസൈലുകളുടെ ഉൽപ്പാദനങ്ങൾ ഒരു കുറവും ഇറാൻ വരുത്തിയിട്ടില്ല. യുറേനിയം സമ്പുഷ്ടീകരണം നടന്നു കഴിഞ്ഞു. അതിപ്പോഴും ഇറാൻ്റെ കയ്യിൽ ഭദ്രമായിട്ട് തന്നെ ഉണ്ട്. ലെബനോൻ പോലത്തെ മറ്റ് രാജ്യങ്ങളിലോട്ട് ഇവന്മാർ കാണിക്കുന്ന കുത്തിത്തിരിപ്പും കുഞ്ഞായ്മയും പരിപാടികളും നിർത്തിക്കോളെന്ന് ഇറാൻ പറഞ്ഞു. അതും നിർത്തേണ്ടി വന്നു. ഇറാൻ്റെ മുമ്പിൽ ഇസ്രായേലും അമേരിക്കയും മുട്ടുകുത്തി, ലോകത്തിന് മുമ്പ് തന്നെ മുട്ടുകുത്തി എന്ന് ഇതിനേക്കാൾ വലിയൊരു ഒരു എന്താ പറയുക തെളിവ് ഇനി വേണോ? സംഖ്യകൾക്ക് ഇപ്പോൾ വേണ്ടി വരും. കാരണം സംഖ്യകൾ ഈ എൻ്റെ കഴിഞ്ഞ ന്യൂസിൻ്റെയും കഴിഞ്ഞ വീഡിയോസിൻ്റെയൊക്കെ താഴത്ത് ഇതൊന്നും ഇല്ല എന്നും പറഞ്ഞ് കുരയ്ക്കുന്ന സംഖ്യകളുണ്ട്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ആ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ നിങ്ങളുടെ ഇതിട്ട ചാനലുകളൊക്കെ ഒന്ന് മാറ്റി നിർത്തി യഥാർത്ഥ ചാനലുകളും യഥാർത്ഥ ന്യൂസുകളൊക്കെ ഒന്ന് കണ്ട് ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കാൻ ട്രൈ ചെയ്യണം. ഒരു അപേക്ഷയാണ്. നിങ്ങളെ പറ്റി ആലോചിച്ചിട്ടുള്ള ഒരു സഹതാപം കൊണ്ട് പറയാണ്. ലോകത്ത് നടക്കുന്ന ന്യൂസുകൾ എന്താ നിങ്ങൾ അറിയാം. വിശ്വഗുരു നിങ്ങളുടെ എന്താ പറയുക UP-യിലെ മാത്രം ഒരു ചക്കക്കുരു മാത്രമായിട്ട് ഒതുങ്ങുന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ശാഖയിൽ മാത്രമാണ് വിശ്വഗുരു. ഇന്ത്യയിൽ പോലും വിശ്വഗുരു അല്ലാത്ത അവസ്ഥയാണ് നമ്മുടെ ജിക്കുള്ളത്. നിങ്ങൾ മനസ്സിലാക്കുക. അറ്റ്ലീസ്റ്റ് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് കമൻറ്റ് ചെയ്യാമെന്ന് എനിക്ക് പറയാനുള്ളൂ. നിങ്ങളെപ്പറ്റി ആലോചിക്കുമ്പം സഹതാപമോ പുച്ഛമോ എന്തൊക്കെ തോന്നുന്നു. അതുകൊണ്ട് പറഞ്ഞു പോയതാണ്. അപ്പോൾ അടുത്ത എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ് വരാണെങ്കിൽ നമ്മൾ അടുത്ത ന്യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.